അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഏത് രീതിയിലുള്ള ഔട്ട്സോഴ്സിങ്ങിനെ നമ്മൾ ജനറലായിട്ട് 3PL എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ കമ്പയർ ടു ദ 2PL, ദാറ്റ് ഈസ് എ മാൻ ഇൻ എ വാൻ എന്ന് പറഞ്ഞ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പോണൻറ്റ് മാത്രമല്ല, അഡീഷണലി വേറെ പല കമ്പോണൻസും കയറി വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആക്ച്വലി ഈ 3PL എന്ന് പറയുന്നത് നമ്മളുടെ 1970s ഈ ഒരു കൺസെപ്റ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിങ്. അപ്പോൾ ഇനി ഈ ഫ്രൈറ്റ് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഇനി അങ്ങോട്ട് കേൾക്കുമായിരിക്കും. ലോജിസ്റ്റിക്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റലത്തിൽ വരുന്നതാണ് എന്താ ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഇൻ എ സെൻസ് അത് ചരക്ക് അല്ലെങ്കിൽ ഗുഡ് എന്നാണ് നമുക്കൊരു ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മീനിങ്. ഓക്കെ, ഫ്രൈറ്റ് ഫോർവേഡർ എന്ന് പറയുമ്പോൾ ആരാ? ചരക്ക് ഗതാഗത നിയന്ത്രക്കാരൻ എന്നൊക്കെയാണ് നമ്മൾക്കൊരു മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ കിട്ടുന്ന വാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞു ഫ്രൈറ്റ് ഫോർവേഡർ ഒരു 3PL ആയിട്ടൊക്കെ നമുക്ക് ആക്ട് ചെയ്യും അല്ലെങ്കിൽ വർക്ക് ചെയ്യും. ഒന്നുമില്ല, നമ്മൾക്ക് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഒപ്പം തന്നെ വെയർ ഹൗസിങ്ങും. നമുക്കറിയാമല്ലേ രാജ്യമൊക്കെ വിട്ടു പോകും. അപ്പോൾ ഞാൻ ഫസ്റ്റ് കേസിൽ പറഞ്ഞതൊക്കെ കൂടുതലും 1PL ഒക്കെ നമ്മുടെ ഡൊമസ്റ്റിക് ഏരിയാസ് അല്ലെങ്കിൽ ലോക്കൽ ഏരിയാസിലൊക്കെ വരുന്ന ഒരു സെറ്റപ്പാണ്. അതേസമയം 2PL 3PLോട്ടൊക്കെ പോകുമ്പോൾ നേഷ്യൻ ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് അത് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താ ഇതൊക്കെ ഒന്ന് വെയർ ഹൗസിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഇപ്പോൾ നിങ്ങളുടെ മെയിൻ കോർ പേപ്പർ അതാണല്ലേ, ദാറ്റ് ഈസ് വെയർ ഹൗസ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിലോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ എന്താണ് വെയർ ഹൗസിൻ്റെ ഒരു ഫംഗ്ഷൻ, ഒപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഫംഗ്ഷൻ, ഒപ്പം തന്നെ പാക്കേജിങ് ആൻഡ് ലേബിളിങ്. അപ്പോൾ നമ്മൾ ലോജിസ്റ്റിക്സിൻ്റെ ഫംഗ്ഷനിൽ പറയല്ലേ പാക്കേജിങ് ആൻഡ് ലേബിളിങ്. പാക്കേജിങ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ലേബിളിങ് എന്തിനാണൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 എലിമെൻറ്റ്സ് ഒക്കെ വർക്കൗട്ട് ആവുന്ന ആ ഒരു റെല അല്ലെങ്കിൽ ആ ഒരു ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഈ 3 ഇതും കൂടെ കോർത്തിണക്കിക്കൊണ്ട് ചെയ്യുന്ന ആ ഒരു റിലത്തിനെയാണ് നമ്മൾ ഏത് 3PL എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വൺ നമുക്ക് പറയാം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ദിസ് വൺ ദാറ്റ് ഈസ് ഫ്രൈറ്റ് ഫോർവേഡിങ്. ഓക്കെ, ഈ ഫ്രൈറ്റ് ഫോർവേഡർ ആയിരിക്കും നമ്മൾക്ക് ഓൺ ബിഹാഫ് ഓഫ് us നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യും. നമുക്കിപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള റേറ്റിൽ അവർ നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്ട്സ് ലൈക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അതിനെ വെയർ ഹൗസിൽ എത്തിച്ച് ലൈക്ക് ഇപ്പോൾ ഇമ്പോർട്ട് കാര്യങ്ങൾ എക്സ്പോർട്ട് പ്രൊസീജിയറൊക്കെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നേടി തന്ന് അതിനെ പാക്കേജ് ചെയ്ത് ലേബിൾ ചെയ്ത് നമ്മൾക്ക് വേണ്ടി വെസലും അതേപോലെ ഷിപ്പിംഗ് ലൈനേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഇനി ഇതിൽ വരും. CHA നമുക്ക് വേണ്ടിയിട്ട് പേപ്പർ വർക്ക്സ് അല്ലെങ്കിൽ കസ്റ്റം ലൈക്ക് നമുക്കൊരു ഇനീഷ്യലി ഒരു ഡയറക്റ്റ് ഒരു കസ്റ്റംസിൻ്റെ അടുത്ത് പോയി പറഞ്ഞല്ലോ, അതും CHAയും ഈ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു റോള് പ്ലേ ചെയ്ത ഒരു ടീംസാണ്. ഓക്കെ, ദാറ്റ് ഈസ് CHA കസ്റ്റംസ് ഹൗസ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ കസ്റ്റംസ് ഹൗസ് ബ്രോക്കേഴ്സ് എന്നൊക്കെ പറയും. നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ വർക്കും ക്ലിയറൻസൊക്കെ നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ടീമിനെയാണ് നമ്മൾ CHA എന്ന് പറയുന്നത്. അപ്പോൾ അവർ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ലൈക്ക് എല്ലാം ആക്ച്വലി ഒരു റോൾ പ്ലേ ആണ്. ഫ്രൈറ്റ് ഫോർവേഡർ അതിന് മുന്നേ എക്സ്പോർട്ടർ വരും. എക്സ്പോർട്ടർ ഒരു ഫ്രൈറ്റ് ഫോർവേഡറെ കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ CHAനെ വിളിക്കാം. ട്രാൻസ്പോർട്ടേഷൻ കരിയേഴ്സിനെ ചൂസ് ചെയ്യാം. ഒപ്പം തന്നെ വെയർ ഹൗസ് ചൂസ് ചെയ്യാം. ദെൻ ഷിപ്പിംഗ് ലൈനേഴ്സ് അതുവഴി അങ്ങനെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഓരോരോ വിഭാഗങ്ങളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിങ്. ദെൻ വരുന്നത് വെയർ ഹൗസിങ് ഇൻക്ലൂഡിങ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അല്ലേ, നമ്മൾ ഇതിനെ ജസ്റ്റ് ആ ഒരു വെയർ ഹൗസിൽ പോകേണ്ട ദിവസം വരെ ഒന്ന് ജസ്റ്റ് സ്റ്റോക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും കൂടെ ശ്രദ്ധിക്കണം. അല്ലേ, എങ്ങനെയാണ് അതിൻ്റെ ഇൻവെൻട്രി ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും അത് അവിടെ ഇരിക്കുന്ന അത്രയും നാൾ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ അസറ്റാണല്ലേ. അസറ്റും ഇൻവെൻട്രി ഇൻവെൻസ് ഡിഫറെൻ്റ് ആണ്, നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ എന്താ ഇൻക്ലൂഡിങ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഒപ്പം തന്നെ പാക്കേജിങ് ആൻഡ് ലേബലിങ്. അപ്പം ഇത്രയും വർക്ക് കൂട്ടിയിണക്കിക്കൊണ്ട് ചെയ്യുന്ന ആ ഒരു ഇനത്തിന് നമ്മൾ 3PL എന്നും പറയും. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പാർട്ടി കൈൻഡ് ഓഫ് ലോജിസ്റ്റിക്സ് ദാറ്റ് ഈസ് 4PL. ഇതൊന്നുമല്ല, ദാറ്റ് ഈസ് അനദർ സിംഗിൾ എൻറ്റിറ്റി പ്ലസ് 3PL ആകുമ്പോഴാണ് നമ്മുടെ 4PL ആവുന്നത്. അപ്പോൾ നേരത്തെ 3PLൻ്റെ അവരുടെ റെലം അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതിയല്ലേ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചർ ഉണ്ട്.
അദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സപ്ലയറിനെ ചൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് മൊത്തം വർക്കും ഓവറോൾ വർക്കും ഒപ്പം തന്നെ ബാക്കി വരുന്ന അതിൻ്റെ ഫോളോ അപ്സും ഒക്കെ റിസോർട്ട് ചെയ്യുക. ലൈക്ക് ഇവിടെ ഒരു പ്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല, പകരം അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറർക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ ടോട്ടലി ആൻഡ് അനദർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എൻറ്റിറ്റി ആക്ട് ആസ് ദ മാനുഫാക്ചറർ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ 4PL എന്ന് പറയുന്നത്. ഓക്കെ, സോ it is where a single entity oversees and manages the entire supply chain process for a company. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഒരു വർക്കിനെ വേറൊരാൾ മൊത്തത്തിൽ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് നമ്മളൊരു അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഇന്നതാണെന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ദ ഹോൾ പ്രൊഡക്ഷൻ തൊട്ട് വരുന്ന ബാക്കി വരുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു എൻറ്റിറ്റി ആയിരിക്കും. എന്നാൽ അതാ ഞാൻ പറഞ്ഞൊരു എൻറ്റിറ്റി പ്ലസ് 3PL എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് തന്നെ അതിൻ്റെ ഇച്ചിരിയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ വേറൊരു എൻറ്റിറ്റി നമ്മൾക്ക് വേണ്ടി ഏറ്റെടുത്തത് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ 4PL എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മളൊരു കല്യാണത്തിൻ്റെ കേസൊക്കെ റിയൽ ലൈഫ് എക്സാമ്പിൾ പോലെ പറഞ്ഞല്ലേ. ഇപ്പോഴത്തെ സിനാരിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പിന് ഒരാളെ കൊടുക്കും, അല്ലെങ്കിൽ മുന്നേക്ക് എങ്ങനെയാണ് മേക്കപ്പ് ഒരാളെടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഒരാൾ, ഫുഡ് ഒരാൾ, കാറ്ററിങ്, അങ്ങനെയൊക്കെ ഓരോരോ വിഭാഗങ്ങളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആളെ കൊടുക്കുക. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അതിൻ്റെ ആവശ്യമില്ല. മൊത്തത്തിൽ നമ്മളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റിന് അത് റിസോർട്ട് ചെയ്യുമ്പോൾ അവർ ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും ഒപ്പം കോർത്തിണക്കിക്കൊണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏകദേശം ആ ഒരു കൈൻഡ് ഓഫ് ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങളെ തന്നെയാണ് നമ്മൾ 4PL എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ഒരു കസ്റ്റമർ ഉണ്ടാവാം, അദ്ദേഹം ഡയറക്റ്റ് ഒരു 4PL ടീമിനെ കോൺടാക്ട് ചെയ്യും. അവർ ഈ പറഞ്ഞ 3PL എന്തൊക്കെയാണോ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പരാമർശിച്ചിട്ടുള്ള പോലത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഫ്രൈറ്റ് ഫോർവേഡിങ്, വെയർ ഹൗസിങ്, പാക്കേജിങ് ആൻഡ് ലേബിളിങ്, അങ്ങനത്തെ കാര്യങ്ങളും, അതേപോലെ ഫ്രൈറ്റ്, എയർ ഫ്രൈറ്റ് ആണോ ലൈക്ക് ഇതിൽ തന്നെ വരുന്ന ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന കാര്യങ്ങളാണ്, എയർ ആണോ ലൈക്ക് വാട്ടർ ആണോ അതൊക്കെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മുടെ ജേർണി എന്ന് പറയുന്നത് കസ്റ്റമറിൽ സ്റ്റാർട്ട് ചെയ്ത് 4PL ആർക്ക് കൊടുക്കുക, 4PL 3PL എന്തൊക്കെയാണോ ചെയ്തത് അതും ബാക്കി വരുന്ന കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് അനാലിറ്റിക്സ് ഉണ്ട്, അതേപോലെ ഇംപാർഷ്യൽ സർവീസ് ഉണ്ട്, അതേപോലെ നമ്മളുടെ സോഴ്സിങ് ആൻഡ് നെഗോസിയേഷൻ, അങ്ങനത്തെ പറയുന്ന എല്ലാ കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് 3PL-ഒപ്പം ഈ പറയുന്ന കാര്യങ്ങളും കൂടെ കൂടി ചേരുന്നതാണ് 4PL.